അയ്യോ, ഇവിടെ ഇപ്പം ഭർത്താവിനും ഗർഭമായോ? അല്ല സഹാക്കളെ, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പരാതി കൊടുത്തിരുന്നല്ലോ, ഒരു അതിജീവിത, ഒരു മുൻ MLA-യും സിനിമാ സംവിധായകനും ഒക്കെ ഒരു വലിയ ആള്, വലിയ ആളെങ്കിലും കുഞ്ഞാളാണ്, കുഞ്ഞു പേരിലാണ് ഉള്ളത്, ഒരു കുഞ്ഞു പീഡനം, ഹോട്ടൽ മുറി വെച്ചത്, അതിൻ്റെ തീവ്രതയൊക്കെ അളന്നായിരിക്കാം. പക്ഷേ അവർ അതുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ തീവ്രത അളവ് കമ്മിറ്റിയൊക്കെ അപ്രസക്തമാവുകയും അവസാനം ഈ അവതാരങ്ങളെല്ലാം കൂടെ ഈ അതിജീവിതത്തെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ചാനലിന് അഭിമുഖം കൊടുത്തായിരുന്നല്ലോ. അല്ല കമ്മികളെ, നിങ്ങൾക്ക് ലജ്ജയും ഉളുപ്പും നാണവുമാനോ ഒന്നുമില്ലേ? ഇവിടെ ഇപ്പോൾ ഈ ജട്ടി രാജുവിൻ്റെ ഈ ജട്ടി കേസിൽ MLA സ്ഥാനം നഷ്ടപ്പെടുന്നു, അകത്തു പോകാൻ പോകുന്നു. പിന്നെ ഈ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ 32 കിലോ സ്വർണം അടിച്ചു മാറ്റി, പിന്നെ വിഗ്രഹങ്ങളൊക്കെ കടത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. അത് വാസുവും ഈ കളപ്പോറ്റിയും പിന്നെ ഈ പപ്പനും പിന്നെ ഈ കൊടംപുളി, ഇവനെല്ലാം കൂടുതലും കമ്മി നേതാക്കളാണ്. അപ്പം ഇത് ഓരോ തവണയും ഇത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് രോഷം ഉയരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും എവിടെ തൊട്ടാലും ഇവന്മാരെല്ലാം ഈ തീട്ടം ചവിട്ടി നടക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം. കൂടാതെ ഈ കണിച്ചകുളങ്ങരയിലെ ആ കുരു ഈ രാജാവിൻ്റെ തോളത്ത് കയറിയിരിക്കുകയാണ്. എന്നിട്ട് ആ സെപ്റ്റി ടാങ്ക് പൊട്ടിച്ചു വെച്ച് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വല്ലാത്ത മാലിന്യം വിതച്ചു, മാത്രമല്ല നാറ്റവും വലിയ രീതിയിൽ വമിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പിന്നെ അവർക്ക് അറിയാവുന്ന ഒരൊറ്റ പണിയുള്ള കുമാരപിള്ള സഹാവിൻ്റെ ആ പഴയ നാറ്റിക്കൽ പരിപാടി. അപ്പം ഈ മരം മുറി, ഈ മരം കൊത്തി ചാനലുകാരെ ആയ ഈ വീരപ്പന്മാരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും മസാല കഥ ചമയ്ക്കുകയാണ്. എപ്പിസോഡ് മസാല സീരിയൽ 2ാം ഭാഗം, ഒരു അതിജീവിതൻ്റെ കഥകൾ കരളലിയിപ്പിക്കുന്ന കണ്ണീർ കഥയുമായിട്ട് വരികയാണ്. തുടരൻ സാധനമായിരിക്കും. എന്തായാലും 2 ആഴ്ചയെങ്കിലും ഇതുമായിട്ട് മുന്നോട്ട് പോകും. 1 ഡസൻ വീതം കൈലേസുകൾ ഫ്രീ. നവോത്ഥാന പുരോഗമന സോഷ്യലിസ്റ്റ് പാർട്ടി. പെണ്ണുകേസില്ലെങ്കിൽ അതിജീവനമില്ല. കഷ്ടമാണ് കമ്മികളെ, കഷ്ടം തന്നെ.